ദ ഫ്യൂരിയസ് കണ്ടു. ഹോങ്കോങ്ങിൽ നിന്നുള്ള പുതിയ ആക്ഷൻ പടമാണ്. തിയേറ്ററിലാണ് ഇതിപ്പോൾ റിലീസ് ആയിട്ടുള്ളത്. ഏതോ ഒരു പടം കാണാൻ ഞാൻ PVR പോയപ്പോൾ തിയേറ്ററിൽ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് അപ്പൊ തന്നെ പടം കാണണമെന്ന് തീരുമാനിച്ചതാണ്. ഇന്നലെയാണ് കാണാൻ പറ്റിയത്. കെഞ്ചി ടെനിഗാക്കിയാണ് ഇതിന്റെ ഡയറക്ടർ. ഇതിന്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഷ്യോമിയോ അതുപോലെ ജോ ടസ്ലീം തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ആക്ഷൻ സിനിമയെ കുറിച്ച് ഒരു വലിയ ചൈൽഡ് ട്രാഫിക്കിംഗ് സംഘത്തിനെതിരെ രണ്ടുപേർ പോരാടുന്നതാണ് പടത്തിന്റെ കഥ. അതിനവർക്ക് അവരുടേതായ പേഴ്സണൽ റീസൺസും ഉണ്ട്. ഒരു അടിപൊളി ആക്ഷൻ പടമാണ് ദ ഫ്യൂരിയസ്. ലോകോത്തര സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഗംഭീര എഴുത്ത് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. പക്ഷെ ഇതിന്റെ അന്യായ ആക്ഷൻ കൊറിയോഗ്രഫി കൊണ്ട് നമ്മൾ പടം ഇങ്ങനെ കണ്ടിരുന്നു പോകും. നമുക്ക് കണ്ണടയ്ക്കാനുള്ള ടൈം കിട്ടാത്ത അടിയും ഇടിയും വെട്ടും കുത്തും ഒക്കെയാണ്. സ്ഥിരം കാണുന്ന ടൈപ്പ് ആക്ഷൻ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ്. ഇജ്ജാതി സാറ്റിസ്ഫാക്ഷൻ ആണ് ഓരോ ആക്ഷൻ സീനും ലഭിക്കുന്നത്. കൊച്ചിലെ ഈ ജാക്കി ചാൻ അല്ലെങ്കിൽ ബ്രൂസ്ലി പടങ്ങളൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത്രക്കല്ല എങ്കിലും അതുപോലെ ഫീൽ ചെയ്തു. ഇത്തരം സിനിമകളിൽ ഒരു വമ്പൻ സ്ക്രിപ്റ്റ് അല്ല, അടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അടി കൊടുക്കാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാരണം ഉണ്ടായാൽ മതി. വീക്ക് ആയിട്ടുള്ള മനുഷ്യർ പവർഫുൾ ആയിട്ടുള്ള ഭീകരരായിട്ടുള്ള വില്ലന്മാരെ നേരിടുന്നു എന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ സാധാരണക്കാർക്ക് ഒരു എനർജി ഫീൽ ചെയ്യും. അതുണ്ടാക്കാൻ പറ്റിയതാണ് ഇതിന്റെയും പോസിറ്റീവ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവര് ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം. ഇതിലാണെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടും വില്ലന്മാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടും നമുക്കൊരു വല്ലാത്ത ദേഷ്യം അമ്മമാരോട് തോന്നും. അതുകൊണ്ട് തന്നെ കൊടുക്കടാ അവനിട്ട് അടി എന്ന് നമുക്ക് ആ കലി ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. സോ അഡ്രിനാലിൻ റഷ് സമ്മാനിക്കുന്ന ഒരു പടമാണ്. അതുപോലെ ഭയങ്കര ഫാസ്റ്റ് പേസിലാണ് പടം പോകുന്നത്. ഒരു മിനിറ്റ് പോലും ബോറടിക്കില്ല. തിയേറ്ററുകാരായിട്ട് ഒരു ഇന്റർവെൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഇന്റർവെൽ ആകുന്നതൊന്നും നമ്മൾ അറിയത്തുപോലുമില്ല. അത്രയും എൻഗേജിങ് ആണ്. ഈ ലേറ്റസ്റ്റ് ഗൺ വെച്ചിട്ടുള്ള ആക്ഷൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ. വില്ലന്മാരുടെ കയ്യിലാണെങ്കിലും അമ്പും വില്ലും മുതൽ ഹെവി കത്തിയൊക്കെ ആയിരിക്കും. നായകൻ ജസ്റ്റ് കൈകൊണ്ട് അല്ലെങ്കിൽ ചുറ്റികയൊക്കെ കൊണ്ട് മാത്രമാണ് പ്രതിരോധിക്കുന്നത്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് സ്റ്റൈലാണ് കൂടുതലും. അത് ഏറ്റവും കിടുവായിട്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ട് തന്നെ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ആ ഒരു സ്ഥലമൊക്കെ കാണുമ്പോഴും ഇന്ത്യയൊക്കെ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിലേറ്റബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലെ നായകനായിട്ട് വരുന്നത് ഷ്യോമിയോ ആണ്. ഉച്ചാരണം കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. കിടുവാണ് പുള്ളി. ആക്ടറും മാർഷ്യൽ ആർട്ടിസ്റ്റും കൂടിയാണ്. ആ ക്യാരക്ടറിന് കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. പുള്ളി സംസാരിക്കില്ല, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഡെയറിങ് കഥാപാത്രമാണെന്ന് പറയാം. ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഒറ്റ ഭാവമേ ഉള്ളൂ പുള്ളിക്ക് കൂടുതലും. പക്ഷെ അത് വെച്ചിട്ട് ഇമോഷൻസ് നന്നായിട്ട് കൺവേ ആകുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഓട്ടം അടി ഒക്കെ ഇജാതി ഒറിജിനാലിറ്റി ആയിരുന്നു. മറ്റൊരു നായകതുല്യ വേഷം ചെയ്തിരിക്കുന്നത് ജോ ടസ്ലീം ആണ്. പുള്ളിയും നൈസ് ആയിരുന്നു. നായകന്റെ മകൾ റെയിനി ആയിട്ട് വരുന്നത് യാങ് എൻ യു എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ കൊച്ചു അടിപൊളിയാണ്. പുള്ളിക്കാരുടെ ചില സീൻസിന് തിയേറ്ററിൽ നല്ല കൈയടി കിട്ടിയായിരുന്നു. നമ്മള് കൈയടിച്ചു പോകും. അതുപോലെ തന്നെ വില്ലന്മാരിൽ ബിഗ് ഗായ് എന്ന് പറഞ്ഞൊരു വലുപ്പമുള്ളൊരു മനുഷ്യൻ, ഒരു ഡങ്കറീസ് ഒക്കെ ഇട്ട് വരുന്ന ഒരാളാണ്. പുള്ളിയോടാണ് നമുക്ക് കലിയും തോന്നും, ചിലപ്പോൾ കോമഡിയും ഫീൽ ചെയ്യും. പിന്നെ ഒരു സുന്ദര കാലമാടൻ ഉണ്ട്. ജോയ് ഇവാങ്ക എന്നാണ് ആ നടന്റെ പേരെന്നെങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇജ്ജാതി സൈക്കോ എന്ന് പറഞ്ഞാൽ ഇജ്ജാതി സൈക്കോ ആണ്. പുള്ളിയുടെ കൂട്ടത്തിൽ ഒരു അമ്പും വില്ലുമായിട്ട് വേറൊരു സൈക്കോ ഐറ്റം ഉണ്ട്. സോ എല്ലാം വെറൈറ്റി സൈക്കോ വില്ലന്മാരാണ്. ഒരു ഊള പോലീസ് ചീഫ് ഉണ്ട്, നമുക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു നല്ല പോലീസുകാരി, അവരുടെ അസിസ്റ്റന്റ്, അവരൊക്കെ നൈസായിരുന്നു. ജീജ യാനിൻ ഇതിലൊരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. ടെക്നിക്കലി പടം കിടുവാണ്. ആദ്യം തന്നെ പറയേണ്ടത് ആക്ഷൻ കൊറിയോഗ്രഫി തന്നെയാണ്. പൊളി ഐറ്റമാണ് ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ ഒക്കെ കൊള്ളാം. പിന്നെ ഈ നെഗറ്റീവ്സ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ കൊണ്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും അതൊരുപാട് സ്ട്രോങ് അല്ല എന്ന് തന്നെ പറയാം. ഒരു ക്യാരക്ടറൊക്കെ മരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കൊരു വല്ലാത്ത സങ്കടം അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. സോ അത് ഇതിന്റെ ഇമോഷണൽ ഡെപ്ത് കുറവായതുകൊണ്ടാണ്. നമുക്ക് അടിയൊക്കെ ഒന്ന് ഒതുക്കി തീർത്ത ഒരു ആശ്വാസം മാത്രമായിരിക്കും അപ്പൊ തോന്നുക. സോ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ഇമോഷണൽ വെയിറ്റേജ് കിട്ടും വിധത്തിൽ എഴുതാമായിരുന്നു എന്ന് തോന്നി. എങ്കിലും തിയേറ്ററിൽ ഇത് ആസ്വദിക്കുമ്പോൾ അതങ്ങനെ വല്ലാതെ ബാധിക്കുന്നൊന്നുമില്ല. കാരണം അടി ഒഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കാൻ നമുക്ക് ടൈം കിട്ടണ്ടേ. സോ മൊത്തത്തിൽ നല്ലൊരു ആക്ഷൻ പടമാണ് ദ ഫ്യൂരിയസ്. കൂടുതലൊന്നും ആലോചിക്കാതെ, സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ അടിപൊളിയായിട്ടുള്ള ആക്ഷൻ സീനുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ പടം കാണാം. അല്ലാതെ ഒരു ഗംഭീര പുതുമയുള്ള സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. നല്ലൊരു ഫൺ ടു വാച്ച് ടൈം പാസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതും തിയേറ്ററിൽ കാണാനായിരിക്കും ഇത് നല്ലത്. OTT-ൽ അത്ര സുഖം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നല്ല സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റിയുള്ള ഏതെങ്കിലും തിയേറ്ററിൽ പടം കാണാൻ ശ്രമിക്കുക. പക്ഷേ ഇതെല്ലാ തിയേറ്ററിലും ഓടുന്നില്ല എന്നുള്ളതാണ്. കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ മാത്രമേ ഉള്ളൂ. ഞാൻ പതിവ് പോലെ കോട്ടയത്ത് ഇല്ലാത്തത് കൊണ്ട് കൊച്ചി ഫോറം മോളിൽ പോയാണ് പടം കണ്ടത്. അതും വൈകിട്ട് പോയിട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു രാത്രിയിൽ. പിന്നെ മഴയത്ത് സ്കൂട്ടറൊക്കെ ഒരു 10-65 കിലോമീറ്റർ ഓടിച്ച് രാത്രി വീട്ടിൽ വന്നപ്പോൾ രാത്രി 1:30 പക്ഷെ എനിക്ക് വേർത്ത് വാച്ചായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ ഇത് വലിയ ഹിറ്റായി കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ച വല്ലതും കോട്ടയത്തൊക്കെ വരുമായിരിക്കും. വലിയൊരു വൃത്തികേട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സെൻസർ ബോർഡ് കുറെ സീൻസ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റിൽ
ഇപ്പോഴും കാണാൻ ഓക്കെയാണ്. പിന്നെ വേറൊരു ചെറ്റത്തരം എന്താന്ന് വെച്ചാൽ, ഞാൻ സ്പെസിഫിക്കലി വൈകിട്ടത്തെ ഷോ പ്രിഫർ ചെയ്ത് എന്താന്ന് വെച്ചാൽ, ഫോറം മോളിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടെന്ന് നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഇങ്ങനെ കാണാം. ഞാനത് സ്ക്രീനിൽ കാണിക്കാം. ഇന്നിപ്പോ 7:50 ഇന്നലെ രാത്രി 8:20 ഷോ. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടെന്ന് കാണാൻ പറ്റും. പക്ഷെ നമ്പാതെ സബ് ടൈറ്റിൽ ഇല്ല. ചില ചൈനീസ്, ജാപ്പനീസ് വാട്ടെവർ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, അതിന്റെ ഭാഗത്ത് ഇംഗ്ലീഷ് സബ് ഉണ്ട്. അത് പടത്തിൽ തന്നെ ഉള്ളതാണ്. അതല്ലാതെ ഇംഗ്ലീഷ് ഡയലോഗ്സിനൊന്നും സബ് ടൈറ്റിൽ ഇല്ല. ആദ്യം എനിക്ക് ദേഷ്യം തോന്നിയെങ്കിലും സബ് ടൈറ്റിൽ ഇല്ലെങ്കിലും പടം മനസ്സിലാവും. കാരണം ഒരുപാട് ഡയലോഗ്സ് ഒന്നും ഇല്ല, ചില സിമ്പിൾ ഡയലോഗേ ഉള്ളൂ. അതുകൊണ്ട് പറ്റിക്കൽ പരിപാടി ആയിരുന്നെങ്കിലും ഞാനൊന്നും പറയുന്നില്ല. 1 മണിക്കൂർ 53 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. ബ്രൂട്ടൽ വയലൻസ് രംഗങ്ങൾ ഉള്ളതുകൊണ്ട് പടം സ്ട്രിക്ട്ലി 18+ ആണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.